ഞാൻ ഈ രണ്ടുപേരെന്ന് പറയുന്നുണ്ടല്ലോ, എനിക്ക് എത്ര മെസ്സേജാണ് വരുന്നത് അറിയാമോ? ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെ പേര് ഇന്നതല്ലേ. ഇത് ഞാനിപ്പം പ്രതികരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ കേട്ട ഒരു ചെറുപ്പക്കാരനെ പുറത്താക്കാൻ വേണ്ടി ഇവർ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ എൻ്റെ ചെവിയിലെത്തുമ്പോൾ എന്താ അഖിൽ തന്നെ കഴിഞ്ഞ ഇന്റർവ്യൂലൂടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്നെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടി ചില മന്ത്രിമാർ എന്നെ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിയാലും മുന്നോട്ട് വരാനുള്ള ശേഷി എനിക്കില്ല. ഇല്ലെങ്കിലും വേണമെങ്കിൽ അവസരം കൊടുക്കാം. ഇനി അത് നിർബന്ധിക്കുക കൂടെ ചെയ്യുകയാണ്, അതിനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യുകയാണ്. അപ്പം ഈ കുട്ടി ഒരു പരാതി പുറത്ത് പറഞ്ഞാൽ കുറേ പെൺകുട്ടികൾ അവിടെ പോയിട്ടുണ്ട്. അഖിൽ പറഞ്ഞല്ലോ, അവരുടെ വീട്ടുകാരെ പോലും സപ്പോർട്ടില്ലാതെ അവർക്ക് ഫെയിം ആകാൻ വേണ്ടി പോകുന്നു. പക്ഷെ ആ പെൺകുട്ടികളുടെ മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കണം. ഞാൻ ഈ രണ്ടുപേരെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല. കാര്യം ഏഷ്യാനെറ്റിലുള്ള എല്ലാവർക്കും ഒരു ആരായി രണ്ടുപേരെന്ന്. ഇന്നലകളിൽ തന്നെ മീറ്റു ആരോപണം ആ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ ഇത്തവണ ബിഗ് ബോസിന് ആരെ ജയിപ്പിക്കണമെന്നാണ്, ബിഗ് ബോസിൽ ആര് ജയിക്കണമെന്നാണ് അഖിലിൻ്റെ ആഗ്രഹം. ആരെ ജയിപ്പിക്കാനാണ് ഇവർ തുടരുന്നത്? അഖിലിന്റെ കാര്യം സ്റ്റാൻഡ് ഉറപ്പിക്കാനാണ് നോക്കുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇവർ അതിനുശേഷം വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവന്മാർ അയച്ച റെക്കോർഡ് എൻ്റെ ഉണ്ട്, ഇരട്ടി അയച്ച റെക്കോർഡ് ഉണ്ടല്ലോ, ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്, അതും എൻ്റെ ഉണ്ട്. അല്ല, അഖിലിനെ മോശമാക്കാൻ തീരുമാനിച്ച ആളുകളെ കുറിച്ച് അതെ അഖിൽ അവിടെ നിൽക്കാം, അതൊന്നും ഞാൻ അവിടെ നമുക്ക് തുടങ്ങാം. ഒരു മിനിറ്റ്. അഖില് മറ്റേ പെൺകുട്ടികളുടെ കേസും ഇതെല്ലാം മാറ്റി അഖിലിനെ മോശമാക്കാൻ ശ്രമിച്ച ആളുടെ പേര് പറയാൻ അഖിലിന് കഴിയും. അഖിലാണ് അതിന്റെ ഇര. അല്ല, അതാ ഞാൻ പറഞ്ഞു, അഖിലാണ് അതിന്റെ ഇര. അല്ല, അഖിലാണ് പേര് പറയാൻ ഞാൻ നേരത്തെ പറയത്തില്ലേ. ഇത് ഞാനിപ്പം പ്രതികരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ കേട്ട ഒരു ചെറുപ്പക്കാരനെ പുറത്താക്കാൻ വേണ്ടി ഇവർ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ എൻ്റെ ചെവിയിലെത്തുമ്പോൾ ഇതിനു മുൻപ് ഇവർ കാണിച്ചിട്ടുള്ള വിഷയം കൂടി ഞാൻ പറയേണ്ടി വരുന്നു. കാരണം ഈ പോയിട്ടുള്ളവർക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം അവരിങ്ങനെ പേഴ്സണലി പലരോടും പറയുന്നുണ്ട്, ഇന്ന ടീമുകൾ നമ്മളെ ഇങ്ങനെ. ഞാൻ ഈ രണ്ടുപേരെന്ന് പറയുന്നുണ്ടല്ലോ, എനിക്ക് എത്ര മെസ്സേജാണ് വരുന്നത് അറിയാമോ? ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെ പേര് ഇന്നതല്ലേ, അവരുടെ സ്വഭാവം ഇന്നതല്ലേ എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതെന്താ, ഇപ്പോൾ എനിക്കത് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് പരാതി ഉണ്ടാവണം. പരാതിയില്ല, എന്നെ അഖിലിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചൊന്നും പരാതിയില്ല. അത് ജനം ജയിപ്പിച്ചില്ലേ എന്നെ. ഇനി അതിനൊന്നും പരാതിയില്ല. അതൊക്കെ ദൈവം അവർക്ക് കൊടുത്തുള്ളൂ. പരാതിയില്ല. എനിക്ക് അവരോട് ഒരു പരാതിയില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് അവരോട് എന്നെ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിയാലും മുന്നോട്ട് വരാനുള്ള ശേഷി എനിക്കുണ്ട്. ഞാൻ ചോദിച്ചാൽ അഖിലിന് അതിലൊന്നും പരാതിയില്ല. എനിക്ക് പേര് പറയാനും അഖിൽ തയ്യാറല്ല. അതായത് എൻ്റെ കാര്യത്തിൽ. പക്ഷേ ഞാൻ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കണം. ഇപ്പം ഒരു ഫിലിം ഡയറക്ടറാണ് താങ്കളെന്ന് വെച്ചോളൂ. താങ്കൾ ഇന്നലകളിൽ ഒരുപാട് സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചോളൂ. പലരുടെ കൂടെ പിടിച്ച് കിടത്തിയിട്ടാണ് അവസരം കൊടുത്തത്. നാളെ ഒരു പെൺകുട്ടി വരുമ്പോഴത്തേക്ക് കൂടെ കിടന്നാലേ ഞാൻ അവസരം തരൂ എന്ന് പറയുന്നിടത്തല്ലേ പ്രശ്നം വരുന്നത്? ഇല്ലെങ്കിലും വേണമെങ്കിൽ അവസരം കൊടുക്കാം. ഇനി അത് നിർബന്ധിക്കുക കൂടെ ചെയ്യുകയാണ്, അതിനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യുകയാണ്. അപ്പം ഈ കുട്ടി ഒരു പരാതി പുറത്ത് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എൻ്റെ ഉത്തരവാദിത്വം. അല്ലാതെ ഇന്നലെ വരെ നിങ്ങൾ എത്ര പേരോടെ കിടന്നെന്നോ അതൊന്നും ഒരു പ്രശ്നമേ ഉള്ള കാര്യമല്ല. രണ്ടുപേര് സമ്മതത്തോടു കൂടി സെക്സ് ചെയ്യുന്നതിന് ആർക്കാണ് പ്രശ്നം? ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ അഖിൽ പറയുന്നത്. പെൺകുട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തല്ല. ഞാൻ ആ വിഷയം ഈ കൂട്ടത്തിൽ പറഞ്ഞപ്പം കുറച്ച് പേര് അതങ്ങ് ഏറ്റുപിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും വിഷയമല്ല. നാളെ ഇപ്പം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോകുമ്പോൾ അവർക്ക് ആർക്കും പരാതി ഇല്ലാതാനും ഞാൻ ഈ പറഞ്ഞ ആരെ കേൾപ്പിക്കാനാണ്? ഞാൻ ഈ രണ്ടുപേരെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല. കാര്യം ഏഷ്യാനെറ്റിലുള്ള എല്ലാവർക്കും ഒരു ആരായി രണ്ടുപേരെന്ന്. ഏഷ്യാനെറ്റിൽ അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവിടെ ഉള്ളവർ മൂവി വേൾഡാണ് ബിഗ് ബോസിന്റെ ഓഡിഷൻ നടത്തി. നമ്മളാണെങ്കിൽ അത് പറയും. അഖില് പറഞ്ഞിട്ട് അഖിലിന്റെ കമന്റിൽ മൊത്തം പറഞ്ഞ പേര് പറയൂ. അഖില് പറഞ്ഞതിൽ പറയുന്നു ആ പെൺകുട്ടി, മറ്റൊരു പെൺകുട്ടിയുടെ, വേറൊരു പെൺകുട്ടി, എത്രയോ പെൺകുട്ടിയുടെ പേര് ആ സീസണിലുള്ളവർ എഴുതുന്ന ആളുകൾ ആ പെൺകുട്ടിയാണോ ഈ പെൺകുട്ടി? നാളെ അവർ വന്നിരുന്നിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയും? അവരില്ലെന്നേ പറയൂ. അപ്പൊ അഖില് പറയുന്നത് എന്താ അടിസ്ഥാനം? അവരില്ലെന്ന് പറയുന്നു. അഖിൽ പിന്നെ ആർക്ക് വേണ്ടി വാദിക്കുന്നു? അഖിലിനൊരു അജണ്ട? അവർക്ക് വേണ്ടി അല്ല വാദിക്കുന്നത്. അഖിലിനൊരു അജണ്ട ഉണ്ടോ? എനിക്ക് ഒരു അജണ്ട. എനിക്കെന്താ അജണ്ട? ഞാൻ ഈ പാവപ്പെട്ട ഈ ഇതുമാതിരി മറ്റേ നെറുകേടിന് വിധേയമാകുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു. അവർക്ക് കുഴപ്പമില്ല.
അവർക്ക് കുഴപ്പമുണ്ടോ അവർ പറയാനും തയ്യാറല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അവർക്ക് മനസ്സിലായോണ്ടല്ലോ ഞാൻ അഖില അതിൽ തന്നെ നിൽക്കുന്നത്. മനസ്സിലാവാത്തോണ്ടുള്ള കുഴപ്പമല്ല, ഒന്ന് മനസ്സിലായോണ്ട് തന്നെ പേര് ഏത് പേര് എവിടെ പറയണമെന്ന ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അഖിലിന് പറയാൻ ഞാൻ അതിൽ എത്ര കമന്റ് അഖിൽ വായിച്ചു? അഖിലിന്റെ അമ്പ ചെയ്യുന്നത് ഇൻസ്റ്റയിലിട്ട കമന്റുകൾ ചോദിച്ചു എത്ര പെൺകുട്ടികളുടെ പേരെഴുതുന്നത്, ഇയാളാണോ ഇതിനകത്ത് തരാം, ഇയാളാണോ എഴുതുക. അപ്പൊ ആ കുട്ടികൾക്ക് എന്തുമാത്രം മാനസികാവസ്ഥയുണ്ട് ആ പെൺകുട്ടികൾക്ക്. കമന്റ് ഡിലീറ്റ് ചെയ്തേക്കാം. അത് കൂളായിട്ട് പറയാവുന്ന കാര്യമല്ല കേട്ടോ അഖിലെ, ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല അഖില്. അഖില് പറയേണ്ടത് സീരിയസ് ആണിത്. അഖിലത് പറയാൻ ബാധ്യതയാണോ ഇവരാണോ ഇരായത്? അങ്ങനെ ഈ ലോകത്തുണ്ടോ ഒരു മന്ത്രി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത നമുക്ക് മുമ്പിലേക്ക് വന്നാൽ കേരളത്തിൽ കിടക്കുന്ന സകല പെണ്ണുങ്ങളുടെ അടുത്ത് വിളിച്ചിട്ട് നീ ആണോടി എന്താ? അഖില് തന്നെ കഴിഞ്ഞ ഇന്റർവ്യൂലൂടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്നെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടി ചില മന്ത്രിമാർ മന്ത്രി എന്ന് പറഞ്ഞു, ഒരു മന്ത്രി. അപ്പൊ ഞാൻ എടുത്തു വെച്ചില്ല, അത് മറ്റുള്ളവരെയും അല്ല, ഞാൻ മന്ത്രിയുടെ ഇത് മറ്റുള്ളവരെയും സംശയത്തിന് മുന്നിലാക്കി അന്നും അഖില് പറയുന്നില്ല. അത് ഞാൻ വിട്ടു, അത് കഴിഞ്ഞ സംഭവമാണ്, വിട്ടു. പക്ഷെ ഇപ്പോൾ അതുപോലെയല്ല ഈ കേസ് അഖിലെ. ഞാൻ ചോദിക്കുന്ന അഖിലെ, നമുക്ക് അഖിലെ അതുപോലെയല്ല. എത്രയോ പെൺകുട്ടികൾ അവിടെ പോയിട്ടുണ്ട്. അഖില് പറഞ്ഞല്ലോ അവരുടെ വീട്ടുകാരെ പോലും സപ്പോർട്ടില്ലാതെ അവർക്ക് ഫെയിം ആകാൻ വേണ്ടി പോകുന്നു. പക്ഷെ ആ പെൺകുട്ടികളുടെ മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കണം. അഖില് പറയുമ്പോൾ ആ കമന്റുകളാണ് ഞാൻ കമന്റ് വായിച്ചു. അഖിലിന്റെ ഓരോ പെൺകുട്ടികളുടെ പേരെഴുതിയാണ് ചോദിക്കുന്നത്, ഇയാളാണോ സ്നേഹം കൊണ്ടാ ചോദിക്കുന്നത്. എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പേര് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈവിൽ വരെ പറഞ്ഞല്ലോ, ലൈവിൽ തന്നെ പറഞ്ഞല്ലോ ആ കുട്ടിയാണെന്ന്. ഞാനല്ല പറയണ്ട, അഖിലല്ല പറയാൻ പാടില്ല. ഞാൻ എന്തിനാ അഖില പെൺകുട്ടികളുടെ പേര്? ഞാൻ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നില്ലാത്തോണ്ട് ഞാൻ പറയാത്തത്. വിശ്വസിക്കുന്നില്ല. അഖില് പറയണം ചെയ്തിട്ടുണ്ടെങ്കിൽ അഖില് പറയണം. അഖിലെ ഞാൻ പീഡിപ്പിച്ചെന്നോ? അഖില് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ അഖില് ബാധ്യസ്ഥനാണ്. ഞാൻ പറയാം, ബാധ്യസ്ഥനാണ്. എത്ര പെൺകുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ? എത്ര പെൺകുട്ടികൾ പോയിട്ടുണ്ട്? ദിയാസിന് ഒരു പോസ്റ്റ് ഇട്ടല്ലോ അല്ലേ? ദിയാസിനൊക്കെ ഒരു മറുപടി കൊടുത്തില്ലേ? എന്നെ വിളിച്ചല്ലോ, വിളിച്ചു. ഞാൻ ദിയ എടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഞാൻ പറയുന്ന കേട്ടോന്ന് ചോദിച്ചു. ഫുള്ളായിട്ട് കേട്ടില്ല. നീ എന്തോടാ പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യം ബന്ധു ഫുള്ളായിട്ട് കേൾക്കാൻ പറഞ്ഞു. ഫുള്ളായിട്ട് കേട്ടപ്പോഴാണ് അവിടെ ഇട്ടത് പല പെൺകുട്ടികളും. നീ അങ്ങനല്ലേ പറഞ്ഞത്, എന്നാൽ ഞാൻ രണ്ടാമത് പോസ്റ്റ് ഇട്ടേക്കാന്ന്. രണ്ടാമത് പോയി പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ടുള്ള ലൈവിലാണ് ദിയയ്ക്ക് മറുപടിയും കൊടുത്തിട്ട് ഹോട്ടലിൽ പോയ കാര്യങ്ങൾ പറയുന്നത്. ദിയയ്ക്ക് മറുപടി കൊടുത്തു. അതെ, അതായത് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയ കാര്യം. ഇന്നലെ രാത്രിയിൽ എന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണത്. ഏതാ? ഹോട്ടലിൽ കൊണ്ടുവന്നത്. ഒരു ഇന്നടത്ത ഒരു ഹോട്ടലിൽ കൊണ്ടുപോയ കാര്യത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് അഖിലിന് ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. ഞാൻ പറഞ്ഞത് എന്താ കുഴപ്പമെന്നറിയാവോ? ഇത് എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞെങ്കിലല്ലേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഇത് പോയ ആൾക്കാർക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം എനിക്കെന്ത് പറയാൻ പറ്റും? അതാണ് ചോദിച്ചത്. പിന്നെ എന്തിനാണ് അഖില് ഈ ഇത്തരം ഒരു പരിപാടി? ഇത് ശരിയെന്നാണോ പറയുന്നത്? ശരിയെന്നല്ല, പിന്നെ എന്തിനാ? അവർക്ക് പരാതിയില്ല, ഒന്നുമില്ല. അപ്പൊ അതായത് അഖിലിന് എന്താണ്? അപ്പൊ ഈ രണ്ടുപേര് നാളെ ഇരുന്നിട്ട് പെമ്പിള്ളാരെ ഇങ്ങനെ വിളിച്ചിട്ട് ശാരീരികമായിട്ട് ഉപയോഗിച്ച് ബിഗ് ബോസിൽ കയറണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? അതല്ല, രണ്ടുപേരെ പേര് പറഞ്ഞാൽ പിന്നെ അയാൾ അവിടെ ഇല്ലാന്ന് നമുക്ക് കൂട്ടിയിട്ട് പുറത്താക്കണമെന്ന് വരാൻ പോകുന്ന ഇനി അടുത്ത സീസണിൽ വരാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഇയാളുണ്ടല്ലോ, ഇയാളാണല്ലോ ഇന്റർവ്യൂ എടുക്കുന്നത്, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അത് തീരുമാനിക്കാൻ ആ പെൺകുട്ടികൾക്ക് കഴിയുമല്ലോ. അപ്പം ആ പേര് പറഞ്ഞെങ്കിൽ എന്റെ പൊന്നളിയാ, എന്റെ പൊന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് അഖില് സംസാരിക്കുന്ന ആളാന്ന് എനിക്കറിയാം. ഞാനിത് ക്ലാരിറ്റി തരാം. അതായത് ഞാൻ എന്റെ ഉദ്ദേശം മൂവി വേൾഡിൽ നിന്ന് ഹൈദരലിയെ പുറത്താക്കണമെന്നുള്ളതാണെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ ഇന്നലകളിൽ കുറച്ച് ആൾക്കാരുടെ അടുത്ത് കാണിച്ചിട്ടുള്ള മര്യാദകേടുകളെ കുറിച്ചിട്ട് ഞാൻ പേര് പറയാതെ മൂവി വേൾഡിൽ ഒരു പ്രധാനപ്പെട്ട ആങ്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊതുസമൂഹത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ ഓണർക്ക് അറിയാമായിരിക്കുമല്ലോ, ഇതില്ലല്ലോ അവൻ തന്നെ ഹൈദർ തന്നെ അറിയാമല്ലോ. അപ്പം ഈ ഒരു വിഷയം പുറത്തേക്ക് വരുന്നു. അപ്പൊ അദ്ദേഹത്തിനൊരു അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതായത് മൂവി വേൾഡ് തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഒരു അലിഗേഷൻസ് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണോ ഇല്ലയോ നമുക്ക് അന്വേഷിക്കണം. അല്ലെങ്കിൽ നാളെയിൽ ഇന്ന് ഹൈദർ വലിച്ചുകൊണ്ടിരുന്നൊരു ചുമതലയിൽ നിന്ന് പുള്ളിയെ മാറ്റി നിർത്തണോ തുടർത്തണോ എന്ന് ആലോചിക്കണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. അതായത് ഇന്നലകളിൽ ഇതിൻ്റെ തൊലപ്പത്തിരുന്നു കൊണ്ട് മറ്റുള്ള മത്സരാർത്ഥികളോട് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച ആൾക്കാരെ കുറിച്ചിട്ട് ആര് ഒരു കേസ് നടത്തണം, നമ്മുടെ CPM ചെയ്യുന്ന കണക്ക് ഉൾപാർട്ടി കേസ് അന്വേഷിക്കണം. ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണ സമിതിയെ വെച്ചിട്ട്, അതായത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തീരുമാനം വരട്ടെ. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഏഷ്യാനെറ്റുമായിട്ട് കോൺട്രാക്ട് ഉള്ളതോ ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതുമായിട്ടുള്ളതോ നാളെയിൽ ഏഷ്യാനെറ്റുമായി സഹകരിക്കണമെന്ന് ആഗ്രഹമുള്ളതുമായിട്ടുള്ള ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്ക് ഇവരുടെ ആക്ടിവിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ ഇന്നലകളിൽ ഇവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾക്ക് സഹകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെ എടുക്കൂ എന്ന് ഇവരോട് ഇവർ പറഞ്ഞതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു ഇന്റേണൽ ഡെസ്കിന് നിങ്ങൾ പരാതി താ
എന്ന് ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണ ഏജൻസി ഉണ്ടാവുകയും ആ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ചേട്ടാ മാധവൻ സാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കട്ടെ. അപ്പോൾ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് കാണട്ടെ. അപ്പം നമ്മുടെ ആൾക്കാർക്ക് ഞാൻ വിളിച്ച് പറയാം, ഇതേ ചാനൽ ഇങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ട്, നിനക്ക് കംപ്ലയിൻറ്റ് പറയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് അവസരം. ഇത് ബിഗ് ബോസ് കയറിയിട്ടുള്ള ആൾക്കാരുണ്ട്, അവസരം കയറാത്തവരുണ്ട് കേട്ടോ. ഈ ഇത്തരം ചോദ്യങ്ങളിലും ഇത്തരം താല്പര്യങ്ങളിലും പോയിട്ടുള്ള കയറിയതും കയറാത്തവരുണ്ട്. ബിഗ് ബോസ് മാത്രമല്ല മറ്റ് ഷോയിൽ പങ്കെടുപ്പിക്കാന്നുണ്ട് മറ്റുള്ളവരും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. ആ കംപ്ലയിൻറ്റ് പരിശോധിച്ചതിന് ശേഷം ഈ രണ്ടുപേരെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഈ ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചത് കറക്റ്റായി. അടുത്ത സീസണിൽ പുതിയ ആൾക്കാർ വരും, പുതിയ മത്സരാർത്ഥികൾ, ആർക്കും പ്രശ്നമില്ല. അങ്ങനെ കംപ്ലയിന്റ് കൊടുക്കാൻ അപ്പോഴും അവർ വന്നില്ലെങ്കിൽ എന്താവും? വന്നില്ലെന്നുണ്ടെങ്കിൽ അവന്മാർ തന്നെ ഇരിക്കും. വീണ്ടും ഈ പെൺകുട്ടികൾ കൊണ്ട് അഖിൽമാരാര് പറഞ്ഞത് വെറുതെ വെള്ളത്തിൽ കിടക്കും. എനിക്ക് പറയാനല്ലേ പറ്റൂ. അത് തന്നെയാ പറഞ്ഞു. അപ്പൊ അഖിൽമാരാർ ഈ ലോകത്ത് അത് ശരി, തെറ്റ് കണ്ട പ്രതികരിക്കണ്ടേ? തെറ്റ് കണ്ട ആളെ പറയണ്ടേ? ഇപ്പൊ ഞാൻ തെറ്റിയത് അങ്ങനല്ല, ഞാൻ രണ്ടുപേരുടെ പേര് പറയുന്നു. അപ്പോഴും എന്താ അടുത്ത സാധ്യതകളെ കുറിച്ച് താങ്കളൊന്ന് പറഞ്ഞേ. ആ രണ്ടുപേരുണ്ടെങ്കിൽ ഇനി അടുത്ത പോകുന്ന സീസണിൽ പോകുന്നവർക്ക് പറയാം, ഇവരാണെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല തീരുമാനിക്കാൻ മാന്യമായ കുട്ടികൾ കേരളത്തിൽ മീറ്റു ആരോപണം നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരിൽ ഒരാൾ. ഒന്ന് ഇന്നലകളിൽ തന്നെ മീറ്റു ആരോപണം ആ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇന്നലകളിൽ പോലും ചാനലിൽ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫ് മീറ്റു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ വാർത്ത വന്നിട്ട് ആരെങ്കിലും പോകാതിരുന്നിട്ടുണ്ടോ? എത്രയോ സിനിമാ സംവിധായകർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ന്യൂസുകൾ വന്നിട്ടുണ്ട്. ആ സംവിധായകന്മാരുടെ പുറകെ ചാൻസ് ചോദിച്ചു കിടക്കുന്ന പെൺകുട്ടികളില്ലേ? നമുക്ക് തന്നെ അറിയാവുന്ന ആർട്ടിസ്റ്റുകൾക്കെതിരെ, നമുക്ക് തന്നെ അറിയാവുന്ന നിർമ്മാതാക്കൾക്കെതിരെ എത്രയോ പെൺകുട്ടികളുടെ പരാതികൾ മാറുകയും ചിലത് വലിയ ഗൗരവമുള്ള പരാതികളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഒന്നും അടുത്ത് ഇവരാരും പോകത്തില്ലെന്നോ നിങ്ങളുടെ വിചാരം? നമ്മൾ ഒരാൾക്കെതിരെ ഒരു ആരോപണം, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു മത്സരാർത്ഥി നിശബ്ദനാക്കപ്പെട്ടു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ജനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ജനത്തിൻ്റെ വോട്ട് അവനാണെന്നുണ്ടെങ്കിൽ, അവൻ ആ ഹൗസിനുള്ളിൽ നിൽക്കാൻ അവൻ ആഗ്രഹമുള്ളിടത്തോളം കാലം അവൻ പുറത്തു പോകണമെന്ന് പറയുന്നില്ല. അവനെ അതിനകത്ത് വെച്ചിട്ട് കരുതി കൂട്ടി ഇവർ പറഞ്ഞ് പ്ലാൻ ചെയ്ത് പുറത്താക്കാനും ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനും ഇവന്മാർ തീരുമാനിച്ചെങ്കിൽ, അതിനുശേഷം ഇവനെ ഭീഷണിപ്പെടുത്തി നിശബ്ദനാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ നിശബ്ദനാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ സംസാരിക്കും. അഖിൽമാർക്ക് എന്ത് നഷ്ടം അവന് കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് അവൻ പറയുന്നത് അവൻ്റെ എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തു വിടും. പിന്നെ അവന് ശമ്പളം കൊടുത്തിട്ടില്ല, അവൻ അത്ര ഫിനാൻഷ്യലി, അവൻ്റെ അച്ഛന് ബൈപ്പാസ് സർജറി ആയിട്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്, തുടക്കത്തിൽ ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛന് സുഖമില്ലാതായപ്പോഴത്തേക്ക് ബിഗ് ബോസിനകത്ത് കൺഫറൻസ് റൂമിലേക്ക് വിളിച്ച് സംസാരിപ്പിച്ചു അല്ലേ? ഇവൻ്റെ അച്ഛന് പാനിക് അറ്റാക്ക് വന്നു, ബൈപ്പാസാണ്, അവനെ അറിഞ്ഞിട്ട് കൂടിയില്ല. അവൻ വീട്ടിലേക്ക് വരുമ്പം വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അവൻ അറിയുന്നത് ഈ ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് കരുതി കൂട്ടിയുള്ള കളിയില്ലേ? അപ്പോൾ ഇതാരെങ്കിലും പറയണ്ടേ? ആ പറഞ്ഞ കൂട്ടത്തിൽ ഇന്നലകളിൽ ഇവർ കാണിച്ചുകൊണ്ടിരുന്ന ചില മര്യാദകേടുകളെക്കുറിച്ച് കൂടി ഞാൻ ചേർത്ത് പറഞ്ഞു. അത് അവർക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഞാനെല്ലാം സപ്പോർട്ടും ചെയ്യും, മീഡിയയുടെ ഭാഗത്തു നിന്ന് നിങ്ങളെല്ലാം സപ്പോർട്ടും ചെയ്യണം. അല്ല, എനിക്കതിനകത്ത് വേറൊന്നും പറയാനില്ല. അവർക്ക് പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നാളെയിൽ ഇത്തരക്കാർ ഈ ആക്ടിവിറ്റീസിൽ ഒന്ന് ഭയപ്പെടുകയെങ്കിലും വേണ്ടേ? ഇതും കൊണ്ട് ഇങ്ങനല്ല എടുക്കേണ്ടത്, ഇങ്ങനല്ല ഷോ കൊണ്ടുപോകേണ്ടത്, ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ല ഷോ കൊണ്ടുപോകേണ്ടത്. ജനങ്ങളുടെ ഇപ്പം നമ്മുടെ സ്റ്റാർ സിംഗറിലെ കുറച്ച് പിള്ളേർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പറച്ചിലല്ലേ ഉള്ളൂ കേട്ടോ. അല്ല, എന്റെ കണക്ക് ധൈര്യം അവർക്കില്ലെന്നേ. അങ്ങനല്ലത്, എന്റെ കണക്ക് ധൈര്യമില്ല, അതാണ് പ്രശ്നം. ഞാൻ ധൈര്യം ഏറ്റെടുക്കുന്ന അഖിൽ അല്ല, അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ അവരുടെ പേര് പറയുന്നല്ലോ. ഞാൻ തിരിച്ചയച്ച മെസ്സേജ് എന്താണെന്നറിയോ? നിശബ്ദതയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ നാശം. നിശബ്ദരാക്കപ്പെടുന്ന ജനത എല്ലാ കാലഘട്ടത്തിലും, ഇന്ത്യ ബ്രിട്ടൻ ഭരിച്ചത് മുതൽ ഈ നിമിഷം വരെ, അന്ന് ബ്രിട്ടൻ്റെ അടിമയായെങ്കിൽ ഇന്ന് കുറേ ജനാധിപത്യ രാഷ്ട്രീയ കോമാളികളുടെ അടിമയായിട്ട് ഇവിടെ കഴിയുന്നു. ചോദിക്കുന്നിടത്ത് ഒരുത്തരും ചോദിക്കുന്നില്ല. നീ നിശബ്ദരാക്കപ്പെടുന്ന ജനതയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കണം, തെളിവുകൾ നിർത്തണം. എല്ലായിടത്തും നമുക്ക്, ഞാനതാ പറഞ്ഞത്, തെളിവുകൾ നിർത്തണ്ടേ? എന്ത് തെളിവുകളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ടത്? അഖിലിന് പറഞ്ഞ വോയിസ് ഉണ്ട്. പെൺകുട്ടിയെ തിരിച്ചറിയുന്നില്ലല്ലോ. പെൺകുട്ടിയെ വോയിസിൽ തിരിച്ചറിയുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നാളെ ഏതെങ്കിലും മിമിക്രി ആർട്ടിനെ വിളിച്ചിട്ട് ഹലോ, അല്ല, അതിൽ കാര്യമില്ല. അഖിൽ ഇങ്ങനത്തെ മണ്ടത്തരവും പറയുന്നുണ്ടെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ. അഖിലിന്റെ കാര്യം സ്റ്റാൻഡ് ഉറപ്പിക്കാനാണ് നോക്കുന്നത്. അഖിലിന്റെ സ്റ്റാൻഡ് ഉറപ്പിക്കാൻ നോക്കുന്നു. ഞാൻ ഈ അഖിലിന്റെ സ്റ്റാൻഡ് ഉറപ്പിക്കാൻ പറയുമ്പോ അത് രണ്ടുപേർക്ക് കൃത്യമായി പൊള്ളിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഞാൻ പൊള്ളിക്കാനാ ഉദ്ദേശിക്കുന്നത്. അത് മാത്രം ചൂടാക്കി ഇങ്ങനെ ചന്തിക്ക് വെക്കില്ല, അത് മാത്രമേ ഉള്ളൂ അഖിലിന്. ആവാശം പൊള്ളിക്കാനാ അല്ല, ചന്തി പൊള്ളിക്കാനാ. അത് മാത്രമേ, ആ ലക്ഷ്യം മാത്രം, ആ ലക്ഷ്യം നിറവേറ്റി. അന്നേരം ഒരുപാട് പെൺകുട്ടികൾക്ക് അത് ആശ്വാസമാകും. അഖില് വിചാരിച്ച കാര്യം അവരെ ഒന്ന് നോക്കണം, അത് നടന്നു. അവരെ കയ്യിരിപ്പിനെ നോവും അല്ലേ? അവരെ ഒന്ന് അത് നടന്നു. ഇവർക്കൊരു ധാരണയുണ്ട്, ഇവരാണ് ഏഷ്യാനെറ്റ്. അത് പല മത്സരാർത്ഥികൾക്കും അങ്ങനെ പേടിയുണ്ട്, അയ്യോ അവരാണ് ഏഷ്യാനെറ്റ് എന്ന്. അവരല്ല ഏഷ്യാനെറ്റ്. ചിലപ്പം ഭരിക്കാൻ കയറുന്ന ഒരു മന്ത്രിക്കൊരു ധാരണ വരികയാണ്, ഞാനാണ് കേരളം എന്ന് തീരുമാനിക്കുന്ന അയാളല്ല കേരളം എന്ന് നമ്മൾ ജനം ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ, പ്രേക്ഷകർ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ. അതിനാണ് കേരളത്തിൽ പ്രേക്ഷകരുള്ളത്.
ഏഷ്യാനെറ്റ് ആക്കിയത് പ്രേക്ഷകരാണ്, അഖിൽമാരാക്കിയത് പ്രേക്ഷകരാണ്, മോഹൻലാലാക്കിയത് പ്രേക്ഷകരാണ്. ജനങ്ങളോടല്ലേ നീതി പുലർത്തേണ്ടത് നമ്മൾ? ജനങ്ങളോട് തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പം ചോദ്യം ചെയ്യണ്ടേ? ഞാൻ ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ചു വന്ന ഒരാളാണ്. ചില ആൾക്കാർ വന്നിട്ട് പറയും ഏഷ്യാനെറ്റിൻ്റെ 50 ലക്ഷം രൂപ മേടിച്ചിട്ട് നിങ്ങളിത് പറയുന്നത് ശരി. ഞാനത് ഏഷ്യാനെറ്റിൻ്റെ ഷോയിൽ ഞാൻ പങ്കെടുത്തു. ആ 100 ദിവസം ഒരു മികച്ച മത്സരാർത്ഥിയായിട്ട് അവിടെ ഞാനൊന്ന് പെർഫോം ചെയ്തു. അത് കണ്ട ജനത എനിക്ക് വോട്ട് ചെയ്തു. എൻ്റെ ആ 100 ദിവസത്തെ നമ്മുടെ കണ്ടന്റുകൾ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് കാശായിട്ട് മാറി. അവർക്ക് സ്പോൺസർമാരുണ്ടായി. ഇതെല്ലാം അവർക്ക് കാശ് കിട്ടിയില്ലേ? അപ്പോൾ ജനത്തിനോട് ഞാൻ എനിക്ക് ആത്യന്തികമായിട്ട് ജനത്തിനോടാണ് നന്ദിയുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സംസാരിച്ചു. സംസാരം നമ്മൾ അഖില് പറഞ്ഞ സംസാരത്തിൽ നമ്മൾ എതിർക്കുന്നില്ല. അഖില് പറയുമ്പോൾ ക്ലാരിറ്റിയും വരുത്തണം, തെളിവുകളും നിർത്തണം. അതാണ് അഖില് ചെയ്യേണ്ടത്. ആ പെൺകുട്ടിക്ക് പരാതിയില്ല. പെൺകുട്ടിയുടെ അല്ല നമ്മുടെ വിഷയം. ഏത് പിന്നെ അളിയൻ ഇങ്ങനെ പോയി പിന്നെ ഏതാണ് വിഷയം? സിബിനെ പുറത്താക്കിയതാണ്. സിബിനെ അവിടെ നിൽക്കട്ടെ, അതിലും വലിയ ആരോപണമല്ല പെൺകുട്ടിക്കെതിരെ ആരോപിച്ച് പെൺകുട്ടികളെ കുറിച്ച് പറയുന്നത് അഖില് പറയുന്നത്. ഞാൻ എന്താണ് സിബിന് വേണ്ടി മാത്രമാണ് ഒരു പെൺകുട്ടികളെ ഇത്രയും പെൺകുട്ടികൾ വരെ ഇരയാക്കിക്കൊണ്ട് പറയുന്നത്. ഇത്രയും പെൺകുട്ടികൾ ഹോട്ടലിൽ കൊണ്ട് പീഡിപ്പിച്ചു എന്ന് താങ്കൾ പറയുന്നില്ലേ? ഞാൻ പീഡിപ്പിച്ചു. നിങ്ങൾ പീഡിപ്പിച്ചതല്ല പറയാൻ. അഖില് പറഞ്ഞ വാക്കുകൾ അഖില് റൂട്ട് തിരിച്ചു വിടില്ലേ? അഖില് പറഞ്ഞ ഇത് തന്നെയാണ്. അഖില് പറഞ്ഞ ഇത് തന്നെയാണ്. അഖില് സിബിക്ക് വേണ്ടി മാത്രം വാദിച്ചു എന്നുള്ള പറയല്ലേ? അങ്ങനെ അത് മാത്രം നിൽക്കണേ. അഖില് പറഞ്ഞ താങ്കളുടെ സീസണിൽ പൈസ മേടിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ സീസണിൽ പല പെൺകുട്ടികളും പീഡിപ്പിച്ചിട്ടുണ്ട്. പല കുട്ടികളിൽ ചൂണ്ടയിട്ട് നോക്കിയിട്ടുണ്ട്. അത് കൊത്താത്ത പെൺകുട്ടികളുണ്ട്. കൂടെ പോയ പെൺകുട്ടികൾ ഞാൻ പറഞ്ഞില്ലല്ലോ. കൂടെ പോയ പെൺകുട്ടികളുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, കൂടെ പോയിട്ടുള്ളവരുണ്ട്. പറഞ്ഞല്ലോ. അപ്പൊ സിബിക്ക് വേണ്ടി അല്ലല്ലോ വാദിച്ചത്. സിബിക്ക് വേണ്ടി സിബിയുടെ കാര്യം മാത്രം പറഞ്ഞു പോയാൽ മതിയായിരുന്നു. ഇതിന്റെ വിഷയമാണല്ലോ ഞാൻ ലൈവിൽ പറയുന്നത്. അത് തന്നെയാണ്. അപ്പൊ ഞാനത് ഈ ലൈവിലേക്ക് വരാനുള്ള കാരണം അത് തന്നെയാണ്. അതെ, തന്നെയാണ് വിഷയം. ഞാൻ എന്റെ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ബിഗ് ബോസ് സീസൺ 6 ഒരു മത്സരാർത്ഥിയായ സിബിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് പുറത്താക്കിയത് തന്നെയാണ് എന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഓൾറെഡി നിലനിൽക്കുന്നതാ. സിബിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അവന് കൊടുത്ത മെഡിസിൻ ഉൾപ്പെടെ ഇപ്പം പിന്നെ PR ടീമിനെ വെച്ചിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അഖില് കണ്ടിട്ടില്ല, ടാബ്ലറ്റ് ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് അവൻ വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ആ വാട്സാപ്പിൽ ഒന്ന് കാണിച്ചു തരുമോ? അത് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇന്ന് തന്നെ വിളിച്ചാൽ കേൾപ്പിച്ചു തരാം. വോയിസ് കേൾപ്പിക്കും. സിബി സംസാരിച്ചു. എന്നാ ഇപ്പൊ കേൾപ്പിച്ചു എങ്ങനെ എന്താ കേൾപ്പിക്കണ്ടേ? സിബി എനിക്ക് തന്ന ടാബ്ലറ്റ് ഇതൊക്കെയാണ്. ടാബ്ലറ്റ് പിന്നെ അവൻ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എടാ അവന് കാശ് കിട്ടുന്ന പരിപാടി അല്ലെന്ന്. അഖിൽമാരാർ എന്തിനാണെന്ന് സെൻസേഷൻ ആവേണ്ട കാര്യം. അല്ല സിബി എന്താണ് കേൾപ്പിച്ചു? അളിയൻ ഇപ്പൊ ഞാനിത് ഫുൾ എടുക്കണം. 40 മിനിറ്റ് സംസാരം. കുഴപ്പമില്ല. കാര്യം ക്ലിയർ ആവണ്ടേ, അല്ലാതെ എങ്ങനെയാ? എന്താ കേൾപ്പിക്കണ്ടേ? അല്ല സിബിൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ എന്തൊക്കെയാ സിബിൻ പറഞ്ഞേക്കണം വോയിസിൽ. 40 മിനിറ്റ് ഇപ്പൊ ഇരുന്ന് സിബിൻ കേൾപ്പിക്കാം. സിബിന്റെ ഇന്റർവ്യൂ എടുത്താൽ പോരെ? അവൻ ഇവിടെ തെളിവ് ആദ്യം പുറത്തു വിടാൻ അടുത്ത് സിബിന്റെ അടുത്തേക്ക് പോകാം. ഈ വോയിസ് റെക്കോർഡിനകത്ത് ഞാൻ എന്താണ് അതാണ് എന്റെ അടുത്ത് സംസാരിച്ചേക്കുന്നത്. എന്റെ വോയിസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത് കാണിക്കാം. ഇനി ഇതിനകത്ത് എടുത്തിട്ട് ഏത് സമയത്താ 5-ാമത്തെ മിനിറ്റിലാണോ 10-ാമത്തെ മിനിറ്റിലാണോ സംസാരിച്ചിരുന്നത്? 24 മിനിറ്റും 59 സെക്കൻഡും ഒക്കെ ഒന്ന് പ്ലേ. ഇത് എത്രയെന്ന് വെച്ചാൽ പ്ലേ ചെയ്തു. ഒരുപാട് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ. പിന്നെ ഒരെണ്ണം പ്ലേ. ഞാൻ ഒരു കാര്യം പറയാം. അവനെല്ലാം പറഞ്ഞു. ആ വീഡിയോയിൽ പറഞ്ഞ കാരണം ഞാൻ പറയേണ്ട സമയത്ത് ബാക്കി പറയാന്ന് പറഞ്ഞു. അവൻ പറയും. അവൻ എന്നോട് പറഞ്ഞു അഖിലേട്ടൻ അത് പറയണ്ട. അവൻ തെളിവടക്കം അതിപ്പോ 3-4 ദിവസത്തിനുള്ളിൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ, അല്ലെ 1 മാസം. ഇപ്പം ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് വെച്ചോ, 1 മാസം കഴിഞ്ഞ് എന്നെ എടുത്ത് വെച്ച് തേച്ചൊട്ടിച്ചൂടെ? ഞാൻ ചത്തുപോയില്ലെന്നുണ്ടെങ്കിൽ സിബിനോട് നിങ്ങൾ ചോദിക്കുക. സിബിൻ പറയാ എൻ്റെ പൊന്നമ്പാട്ടി ഇങ്ങനെ കാര്യത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല, അയാൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ട്. അന്നേരം ഞാൻ ഈ വോയിസ് റെക്കോർഡ് പുറത്തു വിടും. പോരെ? അതല്ല അഖിലേ, സിബിൻ പറഞ്ഞോ ഞാൻ വീഡിയോ കേട്ടതാണ്. സിബിൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത് ഇന്ന് വീണ്ടും ആ വീഡിയോയിലും ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തില്ല. എനിക്ക് പറയണമെങ്കിൽ അതിനൊരു കരാറിന്റെ കാര്യം പറയുന്നുണ്ട്. കരാറൊന്നും ആ ചെറുക്കനല്ല, അവൻ നല്ല ആൺകുട്ടിയാ, അവന് ശമ്പളവും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം പ്രതികരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇത് ഇവന്റെ ലേറ്റസ്റ്റ് ഇതാണ്. അനീതി കണ്ട പ്രതികരിക്കുന്ന ഒരാളാണ്. ഇത് ഫുള്ളുണ്ട്. ഇത് 15 മിനിറ്റ് എന്തോ ഉണ്ട് അവന്റെ. അവിടെ ഞാൻ ചോദിക്കേണ്ട ഒറ്റ ചോദ്യം ഞാൻ അഖിലിന്റെ അടുത്ത് ചോദിച്ചുള്ളൂ. അഖിലിന്റെ അടുത്ത് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ. അവൻ അതിനകത്ത് അവന് കൊടുത്ത മരുന്നുകൾ ഇന്ന മരുന്നുകളാണ് എന്ന് അവൻ ഇതിനകത്ത് ആ മരുന്നുകളുടെ പേര് പറയുന്നുണ്ട്. അവൻ അതെടുത്ത് വെച്ച് തെളിവോട് കൂടിയിട്ട് അവൻ കൃത്യമായിട്ട് പത്രക്കാരെ മുന്നിൽ പറയുമെന്ന് എന്റെ അടുത്ത് ഓൾറെഡി പറയുമെന്ന്. അവിടെയാണ് എന്റെ ചോദ്യം. ഒരു കാര്യം ചെയ്താൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അഖിലിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന മരുന്നാ തന്നുള്ള വോയിസ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വെച്ച് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നേ. കാര്യം അത് അവൻ എന്നോട് ചോദിച്ചാൽ റിക്വസ്റ്റാ. എന്നാ അത് പറയൂ. സാധാരണ ബിഗ് ബോസ് ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് വന്നിട്ടും സിബി ലൈവിൽ വന്നിട്ടും എനിക്ക് ഇന്ന ടാബ്ലറ്റാണ് തന്നത്. അവൻ പറഞ്ഞല്ലോ അവന് ബൈപ്പോളാറിന് കൊടുക്കുന്നത്. അഖിലിന്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നത്. അഖിൽ ഈ വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ പോരല്ലോ. അഖിലിന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് അടുത്ത് പറഞ്ഞല്ല, അത് എനിക്ക് അതിനുള്ള പ്രൂഫ് കാണിച്ചു തന്നിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ മെഡിക്കൽ റിപ്പോർട്ട് സൈക്കാട്രിക് ഡിവിഷനിലെ വർക്ക് ചെയ്തു. ലൈവിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞത് എന്റെ പ്രധാനപ്പെട്ട വിഷയം ഇവര് അതിനുശേഷം വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവന്മാർ അയച്ച റെക്കോർഡ് അവൻ്റെ ഉണ്ട്.
വിരട്ടി അയച്ച റെക്കോർഡുണ്ടല്ലോ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്, അതും അവൻ്റെ കയ്യിലുണ്ട്. അത് അകലം കേൾപ്പിച്ചെന്നാ പറയുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ചിട്ട്. അകലം കേൾപ്പിച്ചിട്ടുണ്ടോ? ഇത് അവൻ്റെ ജിഹ്വയായി മാറാൻ എനിക്ക് പറ്റുമോ? വാദം മൊത്തം ഉന്നയിച്ചോ? ഞാൻ അവന് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ നിശബ്ദനാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ വിന്നറായ ഞാൻ എന്തിനാണെന്ന് ഇവന്മാർക്കെതിരെ പറയേണ്ട കാര്യം? എനിക്ക് മിണ്ടാതെ പഞ്ചവച്ചോടൊക്കെ ഇരുന്നാൽ പോരെ. ഏഷ്യാൻ്റെ ഇന്ന് കിട്ടുന്നതും എന്തായാലും കിട്ടുമല്ലോ, ഒന്നും തരാതിരിക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ നാളെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ ഒരു മറ്റേ ഷോ വരുന്നു, ആ ചേട്ടാ എന്നെ ഇങ്ങോട്ട് വിളിക്കണേ, പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ, പോകത്തില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട്. പോകത്തില്ല. ഇവരുടെ ഒരു പരിപാടിക്ക് നമുക്ക് വേണ്ട. ഇവരില്ലെങ്കിൽ ഇന്നലെ കളി ഇവരുണ്ടായിട്ടാണോ ജീവിച്ചത്? അല്ലല്ലോ. നാളെ അങ്ങനെ ജീവിക്കും. പിന്നെ ഈ രണ്ടുപേരല്ല ഏഷ്യാനെട്ട്, അതാണ് എൻ്റെ സന്തോഷം. ഈ രണ്ടുപേരല്ലല്ലോ ഏഷ്യാനെട്ട്. ഏഷ്യാനെട്ട് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ട് വന്നതിനകത്ത് നിന്നുള്ള അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള 2 പേര്, അവരിലൂടെ ഏഷ്യാനെട്ട് നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. അതവർ ചാനലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും തിരിച്ചറിയട്ടെ. നേരത്തെ പറഞ്ഞ ഒരു കാര്യം ക്ലിയർ ചെയ്യട്ടെ. ഏഷ്യാനെറ്റിൻ്റെ മാധവൻ സാറ് ഇതുമായിട്ടൊരു അന്വേഷണ കമ്മിറ്റി ചാനലിന് അത്രയും അതിനുശേഷം പെൺകുട്ടികൾക്ക് തെളിവുണ്ടെങ്കിൽ കൊടുക്കാൻ പറയുന്നു. പെൺകുട്ടി തെളിവ് കൊടുക്കുകയാണെങ്കിൽ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. 100%. ഞാൻ വേണമെങ്കിൽ അവരെ പ്രഷർ ചെയ്ത് ഞാൻ കൊണ്ട് കൊടുപ്പിക്കാം. ഒരു മിനിറ്റ്. അപ്പോഴും പെൺകുട്ടികൾ അതിന് മുന്നോട്ട് വരുന്നില്ലെങ്കിൽ അഖില് ഈ ഓഡിയോസും കാര്യങ്ങളും പുറത്തുവിടാൻ തയ്യാറാവും? അത് ഞാൻ വിട്ടിട്ട് കാര്യമില്ല. കാരണം അവർക്കാണ് നാണക്കേട്. കാരണം നമുക്ക് അവരുടെ പ്രൈവസി മാനിക്കണ്ടേ? അങ്ങനെ ഇപ്പം എത്ര പെൺകുട്ടികളാണ് ഭയപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ പേര് പുറത്ത് പറയുന്നുണ്ടോ? നമ്മുടെ ബിഗ് ബോസിൽ പോയ പെൺകുട്ടികളുടെ വീട്ടുകാർ എത്ര പേര് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും? എൻ്റെ മോക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടാവും, എൻ്റെ മോക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ? എത്ര പേര് പോയിട്ടുണ്ട്? ഓരോ സീസണിൽ എത്ര പെൺകുട്ടികൾ എത്രയോ പെൺകുട്ടികൾ പോയിട്ടുണ്ട് സീസണിൽ. അവരുടെ വീട്ടിലിരിക്കുന്ന പേരൻസ് ചിന്തിക്കുക, എൻ്റെ മോളിൽ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്നവർ ചിന്തിക്കില്ലേ? അതായത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മയും KPC മലയാള സിനിമ പോലുള്ള ഇതിലെടുത്ത് പറയാൻ കുറേ ആളുകളല്ലേ ഉള്ളൂ. അങ്ങനെ പോവല്ല, ഇതിലെടുത്ത് പറയാൻ കുറച്ച് പെൺകുട്ടികളെ പോയിട്ടുള്ളൂ. എല്ലാവർക്കും പ്രേക്ഷകർക്ക് അറിയാവുന്ന കുറേ ആളുകളല്ലേ ഉള്ളൂ. കുറേ ആളുകളല്ലേ ഉള്ളൂ. ചിലരെ ഉപയോഗിച്ചിട്ടുണ്ട്, ചിലരെ അത് അബദ്ധം പറ്റി ചിലർ വഴങ്ങിക്കൊടുത്തിട്ടുള്ളവർ പിന്നീട് ദുഃഖിച്ചിട്ട് മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വഴങ്ങിക്കൊടുക്കാത്ത ആൾക്കാർ പുറത്തുണ്ട്. അതാ ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇവരിങ്ങനെ പേഴ്സണലി പറഞ്ഞുകൊണ്ട് കിടക്കുകയല്ലേ. ഇതൊക്കെ കാട്ടുതീ പോലെ പലർക്കും അറിയാൻ. പരാതി പോലെയാണല്ലോ അഖിലിന്റെ അടുത്ത് പറഞ്ഞത്. എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അഖില കേട്ടാന്ന് വിളിച്ചല്ലേ പറയുന്നത്. എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടപ്പെട്ട മറ്റു പലരിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചില്ലേ? നിങ്ങൾ ഇതേ ചോദ്യം ബിഗ് ബോസിൻ്റെ സീസൺ 1 വിന്നറായ സാബുമോനോട് ചോദിച്ചാലും പുള്ളിയും പറയും പലരുടെ കയ്യിൽ നിന്ന് ഞാനും ചിലപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് അദ്ദേഹവും പറയും. പക്ഷേ അവർക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം അതൊരു വിഷയമല്ല. ഞാനീ പറഞ്ഞത് ഭാവിയിൽ സംഭവിക്കാതിരിക്കാനാ. പണ്ട് സംഭവിക്കാനുള്ള ഇങ്ങനെ സംഭവിച്ചു, ഇനി സംഭവിക്കാതിരിക്കണം. ഇനി സംഭവിക്കാതിരിക്കണമെങ്കിൽ ആ 2 പേരെ മാറ്റണം. ആ 2 പേരെ അന്വേഷിക്കണം. ഇപ്പോൾ അഖിൽമാരാർ പറഞ്ഞത് കേട്ട് മാറ്റാൻ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മാറ്റണം. ഞാൻ അഖിൽമാരാരെന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ വിന്നർ ഇത്തരം 1-2 ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് സത്യമാണോ, ശരിയാണോ, മറ്റേതാണോ, മറിച്ചതാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഇവർക്ക് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. അനധികൃതമായിട്ട് സമ്പാദിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. അന്നേരം ചാനലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവും ഇവർ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പെൺകുട്ടികൾക്കെതിരെ അഖിലിനടുത്ത് പറഞ്ഞിട്ട് അഖിൽ ഇപ്പോഴാണ് ഇത് പുറത്തു വിട്ടത്. ഷിബിയെ പുറത്താക്കിയപ്പോഴാണ് വിടുന്നത്. അവർക്ക് പരാതിയില്ല. ഇത്രയും പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് താങ്കൾ എന്തിനും പ്രതികരിക്കുന്ന വ്യക്തിയാണ്, നേരത്തെ ഇതിനെ കുറിച്ച് പറയാൻ മേലായിരുന്നു. അവർക്ക് പരാതിയില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത്? ഞാൻ സിബിന്റെ വിഷയമല്ലേ പറഞ്ഞത്. അപ്പോഴാണ് പെൺകുട്ടികൾ സിബിന്റെ വിഷയം വന്ന സമയത്ത് ഇത്തരക്കാർ, അതായത് ഈ ചാനലിന്റെ പിന്നിൽ ഇരുന്നിട്ട് സിബിനെ പോലൊരു മത്സരാർത്ഥിയെ പുറത്താക്കി സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഇവർ ഇന്നലകളിൽ ഇതേ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പലരെയും ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാന കാരണം ഇവർക്ക് മത്സരാർത്ഥിയുടെ ഉള്ളിലേക്ക് വേണം. അപ്പോൾ അങ്ങനെ പലരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ അവർക്ക് അതാണ്ട് കേരളത്തിൽ കിടക്കുന്ന ബിഗ് ബോസ് ഇന്നലെ വന്നിട്ട് പോയ കുറേ പേർക്ക് പ്രശ്നങ്ങളുണ്ട്, അത് അഖിലേട്ടനൊന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് രക്ഷിച്ചേരണേന്നൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പീഡനം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഏറ്റുപിടിക്കുമെന്നല്ല. നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം ബിഗ് ബോസ് സീസൺ 6 ഒരു മത്സരാർത്ഥിയെ അകാരണമായി പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പം റോബിനെ പുറത്താക്കിയ സമയത്ത് റോബിൻ്റെ മുന്നിൽ ഒരു റീസൺ ഉണ്ടായിരുന്നു. അതായത് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ തല്ലുകൊണ്ട ആൾ ശക്തമായിട്ട് മറ്റേയാളെ പുറത്താക്കണമെന്ന് വാദിക്കുന്നു. അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാസ്മിൻ സംസാരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാനലിനൊരു തീരുമാനം കാണിച്ചായിരുന്നു. ആ ആംഗ്യം കഴിഞ്ഞ സീസണിൽ കാണുമ്പോൾ കാണിക്കുന്ന ആംഗ്യമായിരുന്നു. വെറുതെ നടന്നു പോയാലും അത് കാണിക്കും. അപ്പോൾ നമ്മൾ പറയാം ഓക്കെ താങ്ക് യു എന്ന് പറയും. എൻ്റെ മുഖത്തൊക്കെ കാണിച്ചു. അത്രേ ഉള്ളൂ. അതായിരുന്നു കഴിഞ്ഞ സീസണിൽ. അത്രേ ഉള്ളൂ. കഴിഞ്ഞ സീസണിൽ അതായിരുന്നു. അല്ല അത്രേ ഉള്ളൂ.
അല്ല അത്രേ ഉള്ളൂ എന്നല്ല പറഞ്ഞു. ഇത് ഏഷ്യാനെറ്റിന്റെ ഒരു അജണ്ടയായിരുന്നു സിബിയെ മാറ്റണം ഈ രണ്ടുപേരുടെ. അങ്ങനെ തോന്നിപ്പോന്നു. രണ്ടുപേരുടെ ഞാൻ അതാ പറഞ്ഞത്, ഈ സീസണിൽ തന്നെ അർജുൻ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ ഈ സീസൺ പൂർണ്ണമായിട്ടും കാണാത്ത ഒരാളായതുകൊണ്ട് ഈ സീസണിലെ മറ്റ് മത്സരാർത്ഥികൾ എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഈ സീസണിൽ അർജുൻ കാണിച്ചിട്ടുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്. അന്നേരം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. അതായത് ഒരു മത്സരാർത്ഥി വന്ന് അവനൊരു ഹൈപ്പ് ഉണ്ടാവുന്നു, അവനിലേക്ക് വോട്ട് കൂടുന്നു. ഇനി ഇവനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഒരു റോബിനോ രജത് കുമാറോ അഖിൽ മാരാരോ ഒക്കെ ആയി മാറിയിട്ട് ഭാവിയിൽ ഞങ്ങളുടെ പ്ലാനുകൾ പൊളിച്ചേക്കുമോ എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ടാവുന്നു. ഇത്തവണ ബിഗ് ബോസിന് ആരെ ജയിപ്പിക്കണമെന്നാണ്, ബിഗ് ബോസിൽ ആര് ജയിക്കണമെന്നാണ് അഖിലിൻ്റെ ആഗ്രഹം? ആരെ ജയിപ്പിക്കാനാണ് ഇവർ തുടരുന്നത്? ഇവർ തുടരുന്നത് 100% ഇവർക്ക് വേണ്ടപ്പെട്ടവരെ ജയിപ്പിക്കാൻ തന്നെ ആയിരിക്കും. അതിനാണ് ഉമ്മി അവിടെ കുത്തിയിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളായതുകൊണ്ട് ഇനി പ്രേക്ഷകരുടെ വിധിയിലൂടെ അല്ലാതെ ഒരു വിധി ഉണ്ടായോ എന്നുള്ള അതാണ് എൻ്റെ ഈ സംസാരം കൊണ്ട് ഒരു പക്ഷേ എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാനസിക സന്തോഷം. കാര്യം ഈ 50 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഓരോ പ്ലാൻ ഉണ്ടല്ലോ. ഓരോരുത്തർ ഇന്ന സമയത്ത് അടിച്ച് പുറത്താക്കാം, മറ്റേ ആളെ പുറത്താക്കാം, കാരണമൊന്നും കാണണ്ട. മറ്റേ ഒരാൾ ഏതൊരു കോമഡി പടത്തിൽ പറഞ്ഞ് നടക്കുന്നു, നീ മറ്റവൻ എന്നെ നോക്കി ഹുംന്ന് കാണിച്ചു, ഹുംന്ന് കാണിച്ചാൽ എന്തോടെ കുഴപ്പമൊന്നും ചെബുക്കലിനൊരു അടി എന്ന് പറയുന്ന നടക്കുമ്പോൾ ഇതിനകത്തിരുന്ന് ഏതെങ്കിലും മത്സരാർത്ഥി എന്തെങ്കിലും ഒരു കാരണം കാണിച്ചെന്ന് പറഞ്ഞിട്ട് പുറത്താക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇവർക്ക് ഓൾറെഡി ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു വെച്ച് വിവാദമാവുകയും ഷോയുടെ സംശയങ്ങളൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് വന്നൊരു സാഹചര്യത്തിൽ അതിലൊരു മടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വിധി നീതിയുക്തമായി മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക, യുക്തിഭദ്രവും ജനഹിതവുമായ ഒരു വിധി ബിഗ് ബോസിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനത് സംസാരിച്ചത്. അതുപോലെ തന്നെ ഈ സീസൺ ഇതുവരെ ഇതിൻ്റെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമെന്ന് പറയാം, അത്രയും വളരെ മോശം. അത് കാര്യം എന്താണെന്ന് ചോദിക്കും. ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട കൊള്ളാവുന്ന ആരും ഇതിൻ്റെ പിന്നണിയിലില്ല. ഇതിൻ്റെ പ്രോജക്റ്റ് ഹെഡായിരുന്ന അർജുൻ എന്ന് പറയുന്ന ആൾ 10-12 ദിവസങ്ങൾക്ക് മുമ്പേ ഇതിൽ നിന്ന് പിണങ്ങിപ്പോയി. കഴിഞ്ഞ സീസണിലും പുള്ളിയും ഇവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും പുള്ളി പിടിച്ചു നിന്നു. മറ്റൊരു ക്രിയേറ്റീവ് ഡയറക്ടറുമായിട്ട് ഇവന്മാർ മാക്സിമം അടിയും വഴക്ക് വിട്ടു. അവരെ ഈ സീസണിൽ മാറ്റി. അവർ എൻ്റെ മോഷൻ്റെ മറ്റ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നു. ഈ ബിഗ് ബോസ് സീസൺ 6 അവർക്ക് ബന്ധമില്ല. ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകനെ കോമാളിയാക്കി മാറ്റുകയാണ്. ഇവർ ആരായിരിക്കും ഇവർ ജയിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതിനെയൊന്നും കുറിച്ച് എനിക്കറിയത്തില്ലെന്ന്. കാരണം ഞാൻ എല്ലാം നോക്കുന്ന ഒരാളല്ലേ. അല്ലല്ല, അത് ഞാൻ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയാണ് കേട്ടോ. പ്രേക്ഷകർക്ക് പല മത്സരാർത്ഥികളോടും താല്പര്യം തോന്നുകയും ആ താല്പര്യം തോന്നുന്ന മത്സരാർത്ഥികൾക്ക് അനുകൂലമായിട്ട് മറ്റു പലരും അവിടെ സർവൈവ് ചെയ്യുകയും, കാരണം ഇതിനകത്ത് ഇപ്പോൾ റൂൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആരാ? ഞാനോ? ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഈ പറയുന്ന രണ്ട് വ്യക്തികൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടോ? അയ്യോ, അതിപ്പോൾ വ്യക്തിപരമായിട്ട് അത് എനിക്ക് ആ ജാസ്മിനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ചോദിക്കാം, ജാസ്മിനെ നിന്നെ അല്ല ഉണ്ടോന്നാണ് ചോദിച്ചത്. അത് നമ്മളത് ഇപ്പോൾ ഒരു മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ മറ്റൊരു മത്സരാർത്ഥിയെ എതിർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അവർക്കൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മാറുകയാണ്. കാരണം ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ഇപ്പം സിബിൻ ജയിച്ചാൽ ഇവർക്ക് എന്താ പ്രശ്നം? ജിൻഡോ ജയിച്ചാൽ ഇവർക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥി തോൽപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ അവർക്ക്? മേബിൽ ഉണ്ടായേക്കാം. അതുണ്ടാകരുത് എന്നും കൂടിയാണ് ഞാൻ ഈ ഇത്തരം കാര്യം കൂടെ പറയുന്നത്. ജിൻഡോ, അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ജിൻഡോ ആണോ മികച്ച മത്സരാർത്ഥി, സിബിനാണോ മികച്ച മത്സരാർത്ഥി, അർജുനാണോ മികച്ച മത്സരാർത്ഥി, സിജോയാണോ, ഇത് എനിക്കറിയാത്ത കാരണം ഞാൻ ഷോ കാണാറില്ല. അപ്പം ഞാൻ ഇതിലേക്ക് വരുന്ന കമൻറ്റുകളും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കുന്നത്. ഞാൻ ഈ സിബിനെ പുറത്താക്കിയ സമയത്തും ഞാൻ ചിന്തിച്ചതെന്നറിയോ, കൊള്ളരുതാത്തവനാണെങ്കിൽ പുറത്ത് പോട്ടെ. അവൻ അതിനകത്ത് കിടന്നുകൊണ്ട് പറയുന്നു എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇറങ്ങിപ്പോകണം, എന്നെ ഇറക്കി വിടണം എന്നൊക്കെ അവൻ പറയുന്നുള്ള വീഡിയോസുകൾ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ പറയുന്നൊരുത്തിനകത്ത് നിൽക്കാൻ അർഹതയില്ല, അവൻ ഇറങ്ങിപ്പോട്ടെ. പക്ഷേ ഇത് ബിഗ് ബോസിൽ കയറുന്ന എല്ലാവരും പറയുന്നതാ. ഞാനും പറഞ്ഞിട്ടുണ്ട് എനിക്കും ഇതിനകത്ത് നിൽക്കാൻ, ഞാൻ പിച്ചാത്തി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ പുല്ല് ഇറക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം ഞാനിത് പറയുന്നത് എൻ്റെ ഓപ്പോസിറ്റുള്ള മത്സരാർത്ഥികളുടെ ദയനീയാവസ്ഥ കണ്ടിട്ടാണ്. എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ, എനിക്കെപ്പോഴും ഇഷ്ടം എന്നെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്ന ഒരാളെയാണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വളരാൻ പറ്റും, നമുക്ക് കൂടുതൽ അവിടെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഒരു എവിക്ഷൻ എത്തിയ സമയത്ത് എന്നെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ മരിച്ച അവസ്ഥ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാനും പകുതി തകർന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, കാരണം ഇതുങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടിട്ട് ഗെയിം കളിക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇറക്കി വിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല പിച്ചാത്തി എടുത്ത് വല്ല അലമ്പും കാണിക്കും എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അഖിൽ പറഞ്ഞല്ലോ, അഖിലിനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ രണ്ടുപേര് ആത്മാർത്ഥമായിട്ട് പണിത് നോക്കി, നടന്നില്ല. എല്ലാ സീസണിലും അങ്ങനെ ഉണ്ടെന്നാണ് അഖിൽ പറയുന്നത്. ഈ സീസണിലും അങ്ങനെ ഉണ്ടെന്ന് അഖിൽ ബിഗ് ബോസ് കാണാറില്ല, കമന്റുകളിൽ നിന്ന് വായിക്കുന്നുണ്ടല്ലോ. അതിൽ നിന്നും ആരെയാണ് ഇവർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ജയിപ്പിക്കാൻ ശ്രമിക്കുന്നതും അഖിൽ കമന്റുകളിൽ നിന്നും വിലയിരുത്തിയിട്ടുണ്ട്. അല്ല, പ്രേക്ഷകരുടെ ചില സംശയങ്ങളാണ് കേട്ടോ. അതിനകത്ത് ഇപ്പം ഞാനിപ്പോൾ പറയാം, പ്രേക്ഷകർക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇപ്പം ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന 2 പേർക്ക് ഭയങ്കരമായ രീതിയിൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് കിട്ടുന്നു. പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവരുടെ കണ്ടന്റുകൾ മോശകരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ഇന്നൊരാൾ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല, എന്താണ് പവർ റൂം എന്ന ഈ പരിപാടികളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അതായത് ഈ പവർ റൂമിൽ വന്നു കഴിഞ്ഞാൽ നോമിനേഷനിൽ വരില്ല.
അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഫേവർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു മത്സരാർത്ഥിയെ പവർ റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ മത്സരാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള കോണ്ടന്റുകൾ കൊടുക്കുക. അപ്പോൾ അതായത് ഉദാഹരണത്തിന് ഇപ്പം എന്താ പെട്ടെന്നൊരു ഉദാഹരണം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ ജിൻഡോയെ പോലൊരു മത്സരാർത്ഥി, അയാൾക്ക് ചിലപ്പം സൂചിയിൽ നൂല് കൊരുക്കൽ പോലത്തെ ഒരു സാധനം ചിലപ്പം വിജയിക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ അത് വേണ്ട, അയാൾക്ക് ചിലപ്പം മനോഹരമായിട്ട് കാര്യത്തെ പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കില്ലില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ അയാളെ അവിടെ പരാജയപ്പെടുത്തുന്ന ഉദ്ദേശത്തിൽ മറ്റേയാളെ സേവ് ചെയ്യണമെന്ന് മറ്റേയാളുടെ ഇവർക്ക് എല്ലാവരെയും കുറിച്ച് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് മിടുക്ക്, ഏതൊക്കെ കാര്യങ്ങളായിരിക്കും ഇവർ സ്കോർ ചെയ്യുക. അപ്പോൾ അതിനുകൊണ്ട് മറ്റൊരാൾക്ക് സ്കോർ ചെയ്യാനുള്ള സ്പേസുകൾ കൊടുത്തുകൊണ്ട് ബോധപൂർവം പലരെയും സേവ് ചെയ്ത് നിർത്തുന്നു എന്ന ആരോപണങ്ങൾ പ്രേക്ഷകർക്കുണ്ട്. അവർക്ക് താല്പര്യമില്ലാത്ത പലരും അവിടെ സർവൈവ് ചെയ്യുകയും ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ തുടക്കത്തിൽ ഫസ്റ്റ് വീക്കിൽ രതീഷ് എവിക്റ്റായിപ്പോയി. ഞാൻ അറിഞ്ഞിടത്തോളം രതീഷിൻ്റെ എവിക്ഷൻ കൃത്യമായിട്ട് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ രതീഷിന് വോട്ട് കുറവായതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ ഇതിനകത്തുണ്ട്. എനിക്ക് പക്ഷേ അറിയാവുന്നൊരു കാര്യം, വോട്ടിങ്ങിന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കണക്ക് അത്തരം മാനിപ്പുലേഷൻസൊക്കെ വേണമെങ്കിൽ ഇവർക്ക് നടത്താം. പക്ഷേ ഇവർക്ക് താല്പര്യമുള്ള മത്സരാർത്ഥിയെ ജയിപ്പിക്കണമെങ്കിൽ ഓരോരുത്തരെ ഇവർ പുറത്താക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒരു 10-70 ദിവസം കഴിയുമ്പോഴത്തേക്ക് പതുക്കെ സിസ്റ്റത്തെ ഒന്ന് തിരിച്ചു പിടിക്കാം. അതായത് ഹേറ്റ് എന്ന് തോന്നുന്ന ഒരാൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടന്റ് പിന്നിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്ക്രിപ്റ്റഡോ കുന്തമോ ഒന്നുമല്ല, പക്ഷേ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? പിന്നിൽ നിന്നുകൊണ്ടുള്ള ആൾക്കാർക്ക് ടാസ്കുകൾ കൊടുക്കുന്ന കാര്യത്തിലും ചില ആക്ടിവിറ്റീസ് അവിടെ കൊടുക്കുന്ന കാര്യത്തിലും അത് തീരുമാനിക്കുന്നത് എൻ്റെ അണിയറ പ്രവർത്തകരല്ലേ. അതുകൊണ്ട് ആരെ മുന്നിൽ കൊണ്ടുവരണം, ആരെ പിന്നിൽ കൊണ്ടുവരണം എന്നത് ചെയ്യാൻ പറ്റും. അങ്ങനെ തീരുമാനിക്കാൻ കഴിയും അല്ലേ? അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അതായത് പിന്നിൽ നിന്ന് കണ്ടന്റുകൾ കൊടുത്തുകൊണ്ട് ഒരാളെ മുന്നോട്ട് കൊണ്ടുവരാനും പിന്നോട്ട് കൊണ്ടുവരാനൊക്കെ ഇവർക്ക് വിചാരിച്ചാൽ പറ്റും. ഇവർ കൊടുക്കുന്ന ഗെയിമൊക്കെ അങ്ങനെ അവർക്ക് വേണ്ടി കഴിഞ്ഞ സീസണിലൊക്കെ അങ്ങനെ ചെയ്തതാണ്. അതായത് ഞാൻ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയല്ലോ, അപ്പം ഫസ്റ്റ് ഞാൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പം സെക്കൻഡിൽ ഇവർ കംപ്ലീറ്റ്ലി അതായത് അനുകരണ കല, അതായത് നമ്മൾ ഓരോ കഥാപാത്രങ്ങളായിട്ട് പെർഫോം ചെയ്യണം. അപ്പോൾ എനിക്ക് പ്രേംനസീറിനാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇവർക്ക് വിചാരിക്കാതെ പറ്റിപ്പോയ കാര്യങ്ങൾ. ഞാൻ പ്രേംനസീറായിട്ട് പെർഫോം ചെയ്യുമെന്നും ഞാൻ അത്യാവശ്യം മിമിക്രി ചെയ്യുന്നൊന്നും ഇവർക്ക് അറിയില്ല, അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള പരിപാടി നമുക്കുണ്ടെന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ്. അതായത് അവിടെയാണ് ഒരു പാളി പോയത്. പിന്നെ ഞാൻ തമാശ പറയുന്ന ഒരാളെന്ന് ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഇവർ വിചാരിച്ചത് ഞാൻ ഫുൾ ടൈം അടിയും വഴക്കം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കുമെന്ന്. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളെക്കുറിച്ച് അതുകൊണ്ടാണ് ഇവരുടെ പ്ലാനുകൾ പൊളിഞ്ഞത് പലയിടത്തും. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഷോയിൽ ഏറ്റവും വെറുപ്പിക്കുന്ന ഒരാളായിട്ട് നിൽക്കുകയും അപ്പുറത്ത് അവരാഗ്രഹിക്കുന്ന ഒരാൾ മുന്നിൽ വന്ന് അയാൾ നമ്മളെ എതിർക്കുന്ന ഒരാളായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. വില്ലൻ അഖിൽമാരും നായകനോ ഒരു നായിക അപ്പുറത്ത് അവർക്ക് താല്പര്യമുള്ള ഒരാളാവുകയും ചെയ്യുമായിരുന്നു. ഈ ഗബ്രിയും ജാസ്മിനും വിജയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ടാസ്ക് കൊടുക്കുന്നു പൊതു ജനങ്ങൾ പറയുന്നു. അതിപ്പോൾ എൻ്റെ അവരുടെ ഏതെങ്കിലും കണ്ടന്റ് കണ്ടിരുന്നോ? കണ്ടന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇതുവരെ ഒന്നും കണ്ടില്ല. എല്ലാം എന്തോ കാണുന്നതെല്ലാം ഒന്നൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളത് മൊത്തം. അത് കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം വേറെ സൈറ്റിൽ കയറി കാര്യങ്ങൾ ഉണ്ടാ പോലെ. അപ്പൊ അത്രയും മോശമാണ് അവർ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അല്ല, അത് അഖിലിപ്പോ പറഞ്ഞു, അഖിലിന്റെ കാര്യം പറഞ്ഞു. അഖിലിപ്പോ പറഞ്ഞു ഈ തടവല് കാണാനാണെങ്കിൽ വീറും വൃത്തിയുള്ള തടവല് വേറെ അഖില് പറയുന്നു അത് തന്നെയല്ലെന്ന് എന്റെ ചോദ്യം. ഞാനതാ പറഞ്ഞത്, ഇത് നമുക്ക് ഇതൊക്കെയല്ലേ കാണാനുള്ളൂ ഇതിനകത്ത്. ഒരിടത്തും ഞാൻ പറയും ഒരു ഭയങ്കര ബുദ്ധിമാന്മാരാന്ന് പറയും. കാരണം ബാക്കിയുള്ള ആളത്തെ മൊത്തം മണ്ടരാക്കി, ഈ പ്രേക്ഷകരെ മൊത്തം മണ്ടരാക്കി, ഈ യൂട്യൂബിൽ റിവ്യൂ പറയുന്നവർ മൊത്തം മണ്ടരാക്കി. കാര്യം 50 ദിവസമായിട്ട് ജപ്രി കപ്രി കുപ്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവര്. ബിഗ് ബോസ് സീസൺ 6 എന്താണെന്ന് വെച്ചാൽ ജപ്രി, അങ്ങനെ ഉണ്ടല്ലേ പറയുന്നത്, കപ്രിയോ അങ്ങനെ എന്തോ ഇത് അങ്ങനെന്തോ ഒരു പേരുണ്ട്. പണ്ട് നമ്മളടുത്ത് മീൻ വളർത്തുന്ന സാധനം ഗപ്പി, അതിന് പറയാം ഇപ്പം ഗപ്രി എന്നും ഗിപ്രി എന്നും പറഞ്ഞിട്ടൊരു പേര് സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നേ. പ്രേക്ഷകർക്ക് കഴിഞ്ഞ 50 ദിവസം കൊണ്ട് ഇരിക്കുക കപ്രിയെ കണ്ടുകൊണ്ട്. ബാക്കിയുള്ളവർക്കും കപ്രി, യൂട്യൂബർമാർക്കും കപ്രി. ഇതിന് വേണ്ടിയിട്ടാണോ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടൊരു ഷോ നടത്തുന്നത്? സമൂഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം ബിഗ് ബോസ്. സാധാരണ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ 18 തരം കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യർ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നൊരാൾ, ഗേ കാറ്റഗറിയിലൊരാൾ, സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്ത ഒരാൾ, മറ്റു രീതിയിൽ അത് ഓരോ മേഖലകളിൽ നിന്നും സമൂഹത്തിൻ്റെ വ്യത്യസ്ത റിഫ്ലക്ഷൻ പോലെ വരുന്ന ഓരോ ആൾക്കാരുടെ ചെയ്തികളും പ്രേക്ഷകരിൽ നിന്ന് കാണുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ്, ജീവിതത്തിൽ പ്രതിസന്ധികളെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റുക, എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് അതായത് ദൈവം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി കണ്ട് വിലയിരുത്തുന്ന പ്രേക്ഷകർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരുടെ ആക്ടിവിറ്റിയാണ് ജനത്തിനവിടെ ഇഷ്ടപ്പെടുന്നത്, ആരുടെ ഇന്നസെൻസാണ് സമൂഹത്തിന് മുമ്പിൽ വെളിവാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലേക്കും ഓരോ മത്സരാർത്ഥിയുടെ സ്വഭാവങ്ങൾ അറിയാതെ വന്ന് കയറുകയും അവൻ ഞാനായി മാറുകയും ചെയ്യുന്നതാണ് ബിഗ് ബോസ്. കഴിഞ്ഞ വർഷം വരെ മത്സരാർത്ഥികളും പ്രേക്ഷകരും തമ്മിൽ ഇമോഷണലി ഒരു ബോണ്ടിങ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെയൊക്കെ ആരാധകരായിട്ടുള്ള ചിലരെ കണ്ട് ഞാൻ തന്നെ എൻ്റെ കിളി പറഞ്ഞിട്ടുണ്ട്. കാര്യം ചോര കൊണ്ട്
എഴുതി എനിക്ക് ഐ ലവ് യു എന്ന് അയച്ച പെൺകുട്ടികളുണ്ട്. അതേപോലെ പച്ച കുത്തിയിട്ടുള്ള പെൺകുട്ടികളുണ്ട്. എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന ഭർത്താക്കന്മാരെ മുന്നിൽ നിർത്തി എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടു കൂടി അവർക്ക് എന്നെ ഞാൻ ജ്യേഷ്ഠനെ പോലെ തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ പോലെ തോന്നിയിട്ടുണ്ടാവാം, അവരുടെ മരിച്ചുപോയ അനിയനെയോ ജ്യേഷ്ഠനെയോ പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ എത്രയോ അമ്മമാർ ഞാൻ കയ്യിൽ കൊടുത്ത് ഷർട്ട് ഇടാതെ അകത്ത് കറങ്ങി നടന്ന് കണ്ടപ്പോൾ ഒരുപാട് അമ്മമാർക്ക് അവരുടെ മകനെ പോലെ തോന്നിയിട്ടുണ്ട്. അതിൽ മക്കൾ മരിച്ചു പോയിട്ടുള്ള അമ്മമാർക്ക്. അപ്പോൾ അങ്ങനെ അത്തരം ഒരു ഇമോഷണലി കണക്ഷൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ കാണിക്കുന്ന ആക്ടിന് സത്യസന്ധത വേണം. ഇപ്പം ഞാനിത് അതായത് ഇപ്പം മഞ്ഞുവേൽ ബോയ്സ് എന്ന് പറയുന്നൊരു സിനിമ സൂപ്പർ ഹിറ്റായി, കേരളത്തിൽ നിന്നുള്ള എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമ. 2006 ടൂർ പോയപ്പം ഏതോ ഒരു വിവരം കെട്ട ആങ്കർ ഇവരോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു, അന്ന് ടൂർ പോയപ്പം സിനിമയാകുമെന്ന് വിചാരിച്ചിരുന്നു എന്നൊരു ചോദ്യം കേട്ടു. അന്ന് അവർ ടൂർ പോയപ്പോൾ തങ്ങളുടെ ഒരു സുഹൃത്ത് കുഴിയിൽ വീണു. ആ കുഴിയിൽ വീണ സുഹൃത്തിനെ ഇറങ്ങി രക്ഷിക്കാൻ പോകുമ്പം മരിച്ചു പോകുമോ തിരിച്ചു വരുമോ എന്നൊന്നും യാതൊരു പ്രതീക്ഷ ഇവർക്കില്ല. അത്രയും ആത്മാർത്ഥമായിട്ട് എൻ്റെ ഒപ്പം ഇറങ്ങി വന്ന എൻ്റെ കൂട്ടുകാരൻ, അവനെയും കൊണ്ട് തിരിച്ച് ഞാൻ ഇല്ലാതെ എനിക്കവിടെ ചെന്ന് കയറാൻ പറ്റത്തില്ല, ജഡമായിട്ടാണെങ്കിൽ ഞങ്ങളെ രണ്ടിൻ്റെയും ജഡം, ആ ചിന്തയിലായിരിക്കുമല്ലോ ഒരുവൻ ഇറങ്ങി രക്ഷിക്കുന്നത്. അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ചിന്ത. അത് കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം മഞ്ഞുമേൽ ബോയ്സ് ഒരു സിനിമയായി ഇറങ്ങുന്നു, ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ നടക്കുന്നു. ഇത് കാണുന്ന കേരളത്തിലെ ഒരു 7 ചെറുപ്പക്കാർ, അല്ലയാ എന്നാൽ പിന്നെ ടൂർ പോയേക്കാം, ഒരു 5 വർഷം കഴിയുമ്പോൾ സിനിമയാകും. ഈ 8 പേരുടെ കൊടൈക്കനാലിൽ പോയിട്ട് കൂട്ടത്തിലൊരുത്തനെ തള്ളി കുഴിയിലിട്ടാൽ ഞാൻ ഇരിക്കും. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇവൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് മനസ്സിലാവും. അതായത് ഇന്നലകളിൽ ചെയ്ത ഒരു പ്രവൃത്തിക്ക് ഇന്ന് കയ്യടി കിട്ടുമ്പോൾ അതിന് സത്യസന്ധത ഉണ്ടായതുകൊണ്ടാണ് കയ്യടി കിട്ടുന്നത്. അത് കണ്ടിട്ട് കയ്യടി കിട്ടുമെന്ന് കരുതി ആക്ട് ചെയ്യാൻ പാടില്ല. ബിഗ് ബോസിൽ ഇന്നലകളിൽ നടന്ന പല ആക്ടുകൾക്കും പല ആൾക്കാർക്കും കയ്യടി കിട്ടുകയും അവരെ ജനം സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കാണിച്ചേക്കാം എന്ന് കരുതി കയറിപ്പോകുന്ന ആൾക്കാരുണ്ട്. അത് വർക്കാവത്തില്ല. ഇവിടെ പ്രേക്ഷകരെ വിഡ്ഢികളാവുകയാണ്. പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നു ആക്ടിങ് ആണെന്ന്. അവിടെ നിങ്ങളായി പെരുമാറുന്നു. എന്തിനാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഗെയിം കളിക്കുന്നത്? അവിടെ അതാണ് പാളിപ്പോയത് സീസൺ 6. ആര് ജയിക്കണമെന്നാണ് താല്പര്യം ഈ സീസണിൽ? ഈ സീസണിൽ പ്രേക്ഷകർക്ക് ആരെയാണോ ഇഷ്ടമെന്ന് തോന്നുന്നു. അഖില് മത്സരത്തിൽ നിന്നപ്പോൾ അങ്ങനെ പറഞ്ഞ ബിഗ് ബോസ് താരങ്ങൾ ഇതിനു മുമ്പുള്ള താരങ്ങളുണ്ടായിരുന്നു, അഖില് ജയിക്കണമെന്ന്. അല്ല, ഇത് ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ തുടക്കത്തിൽ ഇച്ചിരി സമയം കാണാൻ ശ്രമിച്ചു. ഭയങ്കര അരോചകമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ പിന്നീട് ഇത് കണ്ടിട്ടില്ല. ഏറ്റവും മോശം സീസണാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു. എൻ്റെ ബസ്സിൽ എനിക്കും തോന്നുന്നത്, കാരണം ഞാൻ മറ്റേ സീസണിൽ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ സീസൺ പോലും പ്രോപ്പറായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ അഭിമാനത്തോടെ പറയാം, ഇന്ന് അതായത് ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഞങ്ങളുടെ കുറേ വീഡിയോസ് ഇവർ റീ അപ്ലോഡ് ചെയ്തു. ഈ റീസെൻ്റായിട്ട് റീ അപ്ലോഡ് ചെയ്തപ്പം ഭയങ്കര വ്യൂസ് അതിനൊക്കെ, അതായത് 1.7 മില്യൺ വരെ വ്യൂസ് റീ അപ്ലോഡ് ചെയ്ത വീഡിയോസ് വന്നപ്പോൾ പുതിയ സീസണിൻ്റെ വീഡിയോസിനൊക്കെ തന്നെ റിവ്യൂസും ഇല്ല, ഒന്നുമില്ല. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് പ്ലസിൻ്റെ ഫേസ്ബുക്ക് ചാനലിൽ റീച്ചൊന്നുമില്ല. ഞാനതിലൊരു വീഡിയോ ഷെയർ ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം ഏഷ്യാനെറ്റ് പഴയ കണ്ടന്റുകൾ ഷെയർ ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ റീച്ച് ചെയ്തു. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കയ്യടി കിട്ടുന്നു എന്ന് കണ്ട നിമിഷം മുക്കി മൊത്തം റിമൂവ് ചെയ്തു. ഇത് മൊത്തം റിമൂവ് ചെയ്തു. അതുപോലെ യൂട്യൂബിൽ നിങ്ങൾ കയറി നോക്കൂ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ പഴയ എപ്പിസോഡിന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ ഇഷ്ടം കമൻറ്റ് ചെയ്യുന്നത്. അത് കാര്യം ഇപ്പം സിനിമകളുടെ കേസെടുക്കാം, വന്ദനം, അക്കരെ അക്കരെ പോലുള്ള സിനിമകൾ, മിഥുനം, ഇതൊക്കെ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളാണ്. മുകുന്ദേട്ട, സുമിത്ര വിളിക്കും, ഇതൊക്കെ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ടി വിയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളുമാണ്. അതേപോലെ ബിഗ് ബോസിലെ എപ്പിസോഡുകളിൽ റിപ്പീറ്റ് വാല്യൂ, അതായത് ഒരാൾക്ക് ഒരന്ന് ഇപ്പം നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ല, ഇതൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എടുത്ത് അയച്ചു തന്നാൽ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന നല്ല നിമിഷങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞ ഷോയാണ് സീസൺ 5. ഒരു പക്ഷേ മത്സരാർത്ഥികളുടെ ഗുണമൊക്കെ തന്നെ ആവാം, ഒരുപാട് പ്രേക്ഷകർക്കിടെ നമുക്ക് ആ സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. ഒരുപാട് ഉന്നത തലത്തിൽപ്പെട്ട ആൾക്കാർ ആ സ്നേഹം പങ്കുവയ്ക്കാറുമുണ്ട്. എനിക്ക് നാണക്കേടാണ്. ഞാനിത് പ്രതികരിക്കാനുള്ള മെയിൻ കാര്യം അതുകൂടി കേട്ടോ. എൻ്റെ അടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ഇപ്പോൾ കൂടെ വന്നവൻ എന്നെ വിളിച്ചു പറഞ്ഞ് ആ ട്രോഫി എടുത്ത് കടലിൽ കളഞ്ഞേക്കാൻ. കാര്യം അത്രയും നാണക്കേടാണ് ഈ സീസൺ 6 ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. സാബു മോൻ എന്നെ വിളിച്ചു പറഞ്ഞു, പുള്ളിയുടെ വൈഫ് പറഞ്ഞെന്ന് ട്രോഫി തല്ലിപ്പൊട്ടിച്ച് കാട്ടിക്കളയുമെന്ന്. കാരണം ഇത് നമുക്കല്ലേ നാണക്കേടുണ്ടാകുന്നത്. ഇത്രയും നാൾ നല്ലതായിരുന്നല്ലോ, TRP കൂടുകയും കുറയുകയൊക്കെ ചെയ്യും, പക്ഷേ ഷോ നല്ലതായിരുന്നു. ഇത് ഭയങ്കരമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ കളിയാണ് കളിച്ചത്. അതാണ് ഇപ്പോൾ ഇവർ കൊടുക്കുന്ന TRP റേറ്റൊക്കെ അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് എന്ത് കണ്ടിട്ട് ആൾക്കാർ TRP, ആൾക്കാരത് കാണുന്നുണ്ടോ, പിടിക്കുന്നുണ്ടോ? ഇതൊരു വരുത്തി തീർക്കുക, വോട്ടിംഗ് പ്രഷർ കാണാവുന്ന രീതിയിലാക്കണമെന്ന് അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കേസ് കൊടുത്താൽ കിട്ടും. അപ്പം നിങ്ങൾക്ക് അത് വേണം, താങ്കൾക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിവരാവകാശ രേഖ പ്രകാരം അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരത് പുറത്ത് കാണിക്കേണ്ട സാഹചര്യം വരും. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൻ്റെ വോട്ടിംഗ് ലിസ്റ്റ് കാണിക്കണമെന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം.
അതുപോലെ ഈ സീസണിൻ്റെ നമുക്ക് സംശയം ഉണ്ടോ എന്ന് കേസ് കൊടുക്കാം. ഇത് ഓഡിറ്റ് ചെയ്യുന്ന വേറെ ആൾക്കാരാണ്, ഇവരൊന്നും അല്ല, മറ്റുള്ള വേറൊരു ടീം ഓഡിറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊരു വിശ്വാസ്യത പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെറും വിവരം കെട്ട ഷോ ആയി മാറില്ലേ, പ്രേക്ഷകരെ മൊത്തം കോമാളി കളിപ്പിക്കുന്ന രീതിയിലായി മാറിയില്ല. തീർച്ചയായിട്ടും പ്രേക്ഷകർ കുറേ ചോദ്യങ്ങൾ നമ്മൾ ഒന്ന് ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോൾ കുറേ ആളുകൾ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നൊരു ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. ഏഷ്യനെറ്റിലെ രണ്ടുപേർക്കെതിരെയാണ് താങ്കൾ ഇത്രയും രൂക്ഷമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ധൈര്യം കാണിച്ചിട്ടും എന്തുകൊണ്ടാണ് അവരുടെ പേര് വെളിപ്പെടുത്താതിരുന്നത്? ഞങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്ത സംഭവങ്ങളുണ്ട്. അതിൻ്റെ ക്ലാരിറ്റി ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ആൻസർ ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരണം. ഇതിൽ ആ 2 പേര് നിങ്ങൾ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറയണം. ഹായ് അഖിൽമാരെ, ഹായ് ഹൈദരലി ചേട്ടാ. ഇനി എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞതാ, ഈ ഏഷ്യാൻ്റെ തലപ്പത്തെ ആ 2 പേര് ആരാന്ന് ആ പേരുകൾ വ്യക്തമാക്കണം. ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്ന ആ 2 പേരെന്ന് പറയുന്ന ആൾക്കാരുടെ മുഖം സമൂഹത്തിന് മുന്നിൽ കാണിക്കണം. ഇതാൻ്റെ ചോദ്യം. ഇത് തന്നെയാണ് ചോദ്യങ്ങൾ നമ്മൾ ഇത് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് ഇട്ടപ്പോൾ വന്ന വീഡിയോയിൽ ഉള്ള ചോദ്യങ്ങളാണ്. അടുത്ത അങ്ങോട്ടിടും. ഞാൻ ലിങ്ക്ഡിനിലൊക്കെ അഖിലിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ റീജിയണൽ ഹെഡ് എന്നൊക്കെ പറഞ്ഞ് പല പല പ്രൊഫൈലുകൾ കാണാൻ പറ്റി. അപ്പോൾ നമുക്കൊരിക്കലും ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. ആർക്കെങ്കിലും ഇങ്ങനെ ചൂഷണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഈ അഖിൽ എന്ന വീഡിയോയിൽ പറയുന്നത് 2 പേരാണ് പ്രശ്നക്കാർ ഏഷ്യാനെറ്റിൽ, ബാക്കിയുള്ളവരല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏഷ്യാനെറ്റിൽ ധാരാളം നല്ല ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരെ എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താതെ ഈ 2 പേരുടെ പേര് വ്യക്തമായിട്ട് അങ്ങ് പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ അഖിലൊരു പോസ്റ്റും പൊസിഷനും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് അറിയാവുന്നവർക്ക് അത് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ആ പേര് അങ്ങ് വെളിപ്പെടുത്തിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ ചോദ്യമാണ് ഞാൻ ഗോപാലനും രമേശനും ഒന്ന് 2 പേരങ്ങ് പറയുമെന്ന് വെച്ചോ. അത് ഈ പ്രേക്ഷകനെ വരെ കളിയാക്കുന്നില്ല. ബാക്കി പറഞ്ഞോട്ടെ. അതാണ് അഖിലിന്റെ അഹങ്കാരം എന്ന് പറയുന്നത്. അയാളെ പോലും കളിയാക്കുവാണ് ഇപ്പൊ അഖിൽ ഇവിടെ ഇരുന്നത്. അത് താങ്കൾക്ക് പറയാം. ഞാൻ എന്ത് സംശയിക്കണത്? ഈ പേര് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ കേൾക്കുന്ന ഇപ്പൊ താങ്കൾക്ക് അറിയാൻ പറ്റുമോ? പിന്നെ എനിക്ക് അറിയാൻ പറ്റും. പേര് പറഞ്ഞാൽ പറയൂ. പേര് പറയാതെ തന്നെ അറിയത്തില്ല. അല്ല, അത് ഞാൻ എങ്ങനെയാ വെളിപ്പെടുത്തുന്നത്? ഞാൻ അവർക്ക് ആരോപണം ഉന്നയിക്കുന്നില്ലല്ലോ. ഇത് പേര് വെളിപ്പെടുത്താത്തതിന്റെ കാരണം ഇര ഞാനാകുമ്പോൾ താങ്കൾ ക്ഷമിക്കണം, ഞാൻ പറയാൻ വന്നത് ഞാനിത് ഈ പേരുകൾ കൊണ്ട് ആർക്കെതിരെയാണോ ആരോപണത്തിന്റെ ഉന്നയിച്ചത്, ആ ഉന്നയിച്ച ആൾക്കാരെ എവിടെ സംശയത്തിന്റെ നിഴലിലാക്കണം. ഒരു ഏഷ്യാനെറ്റിലെ ഒരു സ്റ്റാഫിന് ഒരു സംശയം ഉണ്ടാവത്തില്ല. ഏഷ്യാനെറ്റിൽ ഇപ്പോൾ 1000 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 998 സ്റ്റാഫിന് സംശയം ഉണ്ടാവത്തില്ല. 998 സ്റ്റാഫിനും അറിയാം ഞാൻ ആരെയാ പറഞ്ഞെന്നുള്ള കാര്യം. അപ്പോൾ ഏഷ്യാനെറ്റിൽ താങ്കൾ അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. അവർക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാകത്തില്ല. അല്ല, അവരുടെ ഈ പ്രവൃത്തി ഇന്നലകളിൽ കുറച്ച് പേർക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്രവൃത്തി നാളെയിൽ ഇവർ ചെയ്യാതിരിക്കുക, അതിനെതിരെ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം വരിക. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ അവരോട് പേര് പറയും, താങ്കൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയുടെ ഒരാളാണ് അഖിലെ, നിങ്ങൾ ബിഗ് ബോസിൻ്റെ വിന്നറായിട്ട് ഇറങ്ങിയ ഒരാളാണ്, താങ്കൾക്ക് ഞങ്ങളുമായിട്ടൊരു ബന്ധമുള്ള ഒരാളാണ്, ഇങ്ങനൊരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. ഞാൻ 100% പറഞ്ഞിരിക്കും. പൊതുമധ്യത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമൊന്നും കാര്യം. ഇവർ സെലിബ്രിറ്റികളല്ലെന്ന്, ഇവർ 2 സ്റ്റാഫുകളല്ലേ. ഇവർ കേരളത്തിൽ ഇവരുടെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് അതാ ഞാൻ തമാശയായിട്ട് പറഞ്ഞത്. ഞാൻ ഗോപാലനെന്ന് രമേശനെന്ന് ഏഷ്യാനെറ്റ് 2 സ്റ്റാഫെന്ന് ഞാൻ പറഞ്ഞാൽ പുള്ളി അത് ശരി ഗോപാല നീ എന്തൊരു പറഞ്ഞ പണിയാണ് കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരും തസ്തികയും പറഞ്ഞു അത് ഏഷ്യാനെറ്റ് സൈറ്റിൽ കയറി അവരുടെ ഫോട്ടോ ചെയ്തും കിട്ടും. എന്ത് സംശയിക്കണം? അതാ ഞാൻ പറഞ്ഞത് അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് നിയമത്തിന്റെ മുന്നിൽ ഇവരെ കുറ്റക്കാരാക്കി മാറ്റണമെങ്കിൽ ആദ്യം വേണ്ടത് ഇരകളായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻസ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇരകളുടെ ഭാഗത്തുനിന്ന് എൻ്റെ അടുത്ത് കംപ്ലയിന്റ് കൊടുക്കാമോ, കാരണം ഇവർക്ക് എല്ലാവർക്കും ഭയം. ദിലീപ് എന്നൊരു വ്യക്തിയുടെ ഇരയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത. ദിലീപിന് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാകില്ല, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യും. അതൊരു പെൺകുട്ടിയായിരുന്നു. അഖിലത് പറക്കരുത്. കിഡ്നി മാറ്റി വെക്കാൻ നടക്കുമോ ഇന്നലെ രാത്രി തൊട്ട്? അപ്പോൾ ഇവർ ഈ തൊഴിലുറപ്പ് അല്ലെങ്കിൽ ഇതുപോലെ അയൽക്കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഇവർ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടു, ഏഷ്യാനെറ്റിൽ 2 പേരാണ്